ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂന്തൽ ഇന്ന് അതായത് കൂന്തൽ അഥവാ കണവ എന്നൊക്കെ പറയും. അതിൽ നിന്ന് നമ്മളൊന്ന് തോരൻ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു തോരൻ തയ്യാറാക്കുന്നതെന്ന്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലിനെ നമുക്ക് ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ചധികം ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി എന്ന് വെച്ചാൽ കണവ കുറച്ച് ഗ്യാസുള്ള സാധനമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ചധികം തന്നെ വെളുത്തുള്ളി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പച്ചമുളകും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ആ ഒരു ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ കണവയിൽ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഈ കഴുകി വാരി വെച്ചപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതിന് വേവുന്ന സമയത്തും കുറച്ചധികം തന്നെ വെള്ളം ഈ കണവയിൽ നിന്ന് ഇറങ്ങും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ ഒരു കണവയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയോളം നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങയാണ്, ഫ്രോസൺ തേങ്ങയാണ് കേട്ടോ. നമ്മളിവിടെ അങ്ങനെയാണ് വാങ്ങാൽ. അപ്പോൾ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടില്ല, 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ ഇത്രയും ഉണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ നല്ല ചുവപ്പ് നിറമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ കാശ്മീരി അല്ല കേട്ടോ, സാധാ എരിവുള്ള മുളക് പൊടി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയും ചേർത്ത്, ഒരു ചെറിയ പുളി എത്രയും മതി കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്നും അരച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് അരയേണ്ടത്, ഇതുപോലെ അരഞ്ഞാൽ മതി. നമ്മുടെ കണവ എന്തായെന്ന് നോക്കാം. കണവയിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങി വന്നത് കണ്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി ആയതുകൊണ്ടാണ് ചിലപ്പോൾ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വയ്ക്കാം. നമ്മുടെ കണവയുടെ വെള്ളമൊക്കെ വറ്റിയെന്ന് നോക്കാം. അതാ കുറച്ചും കൂടിയേ ഉള്ളൂ, ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ല സ്മൂത്തായി അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അരപ്പും കൂടെ കിടന്നിട്ട് നല്ലതുപോലെ തന്നെ ആ വെള്ളം എല്ലാം വറ്റണം. അതുപോലെ തന്നെ അരപ്പ് അതിനകത്തൊക്കെ പിടിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കത് ആദ്യമേ തന്നെ അരപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് തീരെ വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം, നല്ല ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ചെറിയൊരു കുഴമ്പ് രൂപത്തിലിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പല നാട്ടിലും പല രീതിയിലാണ് കണവയൊക്കെ കുക്ക് ചെയ്തെടുക്കുക. ചിലപ്പോൾ ഇറച്ചിക്കറി കണക്ക് വെക്കുന്നവരൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ തോരനായിട്ട് വെക്കുന്നവരുണ്ട്. പല രീതിയിലാണല്ലോ കുക്കിംഗ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഇതുപോലെ തോരനായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്. പക്ഷേ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഞങ്ങൾ കൂടുതലും ഇങ്ങനെ തന്നെയാണ് വെക്കാറുമുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് നല്ല രീതിയിൽ തന്നെ ഈ തോരൻ്റെ രൂപത്തിലാക്കിയെടുക്കുക. ഒരുപാടങ്ങ് ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. ഡ്രൈ ആക്കുന്നെങ്കിൽ അങ്ങനെ ആക്കാം. അതല്ല ജസ്റ്റ് ഒരു കുഴമ്പ് രൂപത്തിലിരിക്കണേ അതങ്ങനെയും നല്ലത്. എങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്നങ്ങ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരുപാടങ്ങ് ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. കുറച്ചൊരു കുഴമ്പ് രൂപത്തിലിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടത. ഇതുപോലെ ആക്കിയാണ് ഞാൻ ഞങ്ങൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ചട്ടിയുടെ ചൂടും കൂടെ കൊണ്ട് കുറച്ചും കൂടെ അങ്ങ് വറ്റി നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാമേ. എങ്ങനെയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.